എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും അഭ്യർത്ഥന നോക്കിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്, അതായത് ബേസിക് ആയിട്ട് ക്ലാസ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിലൂടെ ബേസിക് ക്ലാസ്സുകൾ പോകുന്ന ഒരു സീരീസാണ് നമ്മൾ പോകുന്നത്. സിഗ്നേച്ചർ ബാച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസണിങ്ങിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷനും ഞാൻ റീസണിങ് ഡീറ്റെയിൽസും ഇമ്പോർട്ടൻസും ടോപ്പിക്സും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ആ ഒരു എക്സാമിനെ കുറിച്ചും ആ ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ എന്താ പറയുക യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓർഡറിലായിരിക്കും ഞാൻ പോവുക ക്ലാസ് എപ്പോഴും. ഓക്കെ, കുറച്ചുകൂടെ നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കുകൾ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് പഠിച്ച് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് ചോദിക്കുന്ന ആ ഒരു ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്ത് പിന്നെ നമ്മൾ ഇതുവരെ കുറച്ച് നാളായിട്ട് ചോദിക്കുന്നില്ലെങ്കിൽ കൂടിയും റീസണിങ്ങിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ടോപ്പിക്കുകൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ന് ബ്ലഡ് റിലേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ 2 പാർട്ടായിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് വലിയ ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന 1 മാർക്കിന്, ചില സമയങ്ങളിൽ 2 മാർക്കിന് വരെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് ചോദിക്കുന്ന 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. കുറച്ച് പേര് നമ്മളെ റിലേഷൻസ് തന്നിട്ട് അതിൽ 2 പേര് നമ്മളെ റിലേഷൻ എന്താണെന്ന് ചോദിക്കുന്നതും, പോയിന്റിങ് ടൈപ്പ്, ഇൻട്രൊഡ്യൂസിങ് ടൈപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റ് ക്വസ്റ്റ്യനും, കോഡിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷനും, ഇത് 3ഉമാണ് മെയിനായിട്ട് ബ്ലഡ് റിലേഷൻ്റെ ബേസ്ഡ് ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ബ്ലഡ് റിലേഷൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് എന്താണ് നോക്കാം. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് CGLൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെതായ കുറച്ച് ടൈം ലിമിറ്റൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ മാക്സിമം പോകുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആപ്പിനകത്താണെങ്കിൽ ഫുൾ കോഴ്സ് റെക്കോർഡറായിട്ടും ഉണ്ട്, അതുപോലെ തന്നെ ലൈവായിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് ക്ലാസ്സിന് ഡെയിലി 2 മണിക്കൂർ 3 മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ് തന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈവായിട്ട് ക്ലാസ് എന്താണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തിട്ട് ക്ലാസ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, റെക്കോർഡ് ക്ലാസ് ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ കേസ് ഒരു ക്ലാസ് കുറച്ച് ടോപ്പിക്ക് നേരത്തെ കൂട്ടി നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അത് റെക്കോർഡ് ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലൈവായിട്ട് എന്തായാലും ഈ ടോപ്പിക്കുകളെല്ലാം നമ്മൾ എന്തെങ്കിലും ക്ലാസ്സിൽ പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു യൂട്യൂബിൽ എടുക്കുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് നമുക്ക് ക്ലാസ് എടുത്ത് പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ആപ്പിനകത്ത് ആകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസും കുറച്ചുകൂടെ ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസും, കാരണം CGL എക്സാം ആണ്, നമുക്കറിയാം ഇപ്പോഴത്തെ കട്ട് ഓഫുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, നമുക്ക് നല്ല ക്വസ്റ്റ്യൻസ് തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബേസിക് ക്ലാസ് പോകുമെങ്കിലും നമുക്ക് ആപ്പിനകത്ത് കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വാൻസ് ക്ലാസ്സുകളും കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ഷൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ യൂട്യൂബിനകത്ത് നമുക്ക് ലൈവ് പോകുന്നില്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ ക്ലാസ് നമുക്ക് ലൈവ് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ റെക്കോർഡറായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആപ്പിനകത്തുള്ള ക്ലാസ്സിന് നിങ്ങൾക്ക് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് സംസാരിക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും ഈ പഠിക്കുന്ന അല്ലെങ്കിൽ പോകുന്ന ക്ലാസ്സുകളുടെ PDF-കൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്ന ഒരുപാട് എന്താണ് ഫ്യൂച്ചേഴ്സ് നമ്മുടെ ആപ്പിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഈ റിലേഷൻസ് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് എപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ പറയാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ജെൻഡർ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യണം നമ്മൾ പറയും. അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ, മൂന്നാമത്തെ പോയിന്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ, കപ്പിൾ റിലേഷൻ പ്രോപ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ പറയും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഡേറ്റ് തരുവാണ് A is father of B എന്ന് പറയുകയാണ്. അപ്പോൾ A is father of B എന്ന് ഡേറ്റ് ഇട്ടുന്ന സമയത്ത് നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് നോക്കുക. A is father of B എന്ന് വെച്ചാൽ A Bയുടെ അച്ഛനാണ്. അപ്പോൾ Bയുടെ അച്ഛനാകുമ്പോൾ എന്താണ്, Bക്ക് മുകളിലായിരിക്കും ആര് വരിക, A വരിക. A is father of B എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, എന്താ എക്ക് ജെൻഡർ കൊടുക്കാം, കാരണം A ഒരു മെയിൽ ജെൻഡറിൽ പെട്ട ആളാണ്. A is father എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിൽ ജെൻഡറിന് പ്ലസും ഫീമെയിൽ ജെൻഡറിന് മൈനസും കൊടുക്കുക. ചില സ്ഥലങ്ങളിൽ മെയിൽ ജെൻഡേഴ്സിന് ബോക്സിനകത്തും ഫീമെയിൽ ജെൻഡേഴ്സിന് സർക്കിളിനകത്ത് വരയ്ക്കുന്ന രീതിയുണ്ട്. ഓക്കെ, അപ്പോൾ A is father of B എന്നൊരു ഡേറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും. ഇനി അതുപോലെ റിലേഷൻ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ ലൈൻ യൂസ് ചെയ്തായിരിക്കും കണക്ട് ചെയ്യുക.
ഓക്കെ, 3 കാര്യങ്ങൾ. ഒന്ന് ജനറേഷൻ ഗ്യാപ്പ് നോക്കുക, രണ്ടാമത്തെ ജെൻഡർ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യുക, മൂന്നാമത്തത് റിലേഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ എ ഈസ് ഫാദർ ഓഫ് ബി എന്ന ഡേറ്റ കിട്ടി. അടുത്തവർ പറയാണ് സി സൺ ഓഫ് ബി എന്ന് കിട്ടുവാണെന്ന് വിചാരിക്കുക. സി ഈസ് സൺ ഓഫ് ബി എന്ന് വെച്ചാൽ ബിയുടെ മകനാണ് സി എന്നാണ്. ബിയുടെ മകനാണ് സി എങ്കിൽ ബിക്ക് ശേഷമല്ലേ സി ഉണ്ടാവുക, അല്ലേ? സി മകനാകുമ്പോൾ സിയുടെ ജെൻഡർ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും, മെയിൽ ജെൻഡറിൽ പെട്ട ആളായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർ പറയാണ് ഇപ്പോൾ ഈസ് സിസ്റ്റർ ഓഫ് ബി എന്ന് പറയാണ്. ഈസ് സിസ്റ്റർ ഓഫ് ബി, ബിയുടെ സിസ്റ്റർ ആണ് ഈ. അപ്പോൾ ബിയുടെ സിസ്റ്റർ ആകുമ്പോൾ ഒരേ ജനറേഷനിലായിരിക്കും, അല്ലേ? ഒരേ ജനറേഷനുള്ള ആലപ്പോൾ ഒരേ ലൈനിൽ വരണ്ടേ, ദാ ഇവിടെ വരണം. ഈസ് സിസ്റ്റർ ഓഫ് ബി, അപ്പോൾ ഈ സിസ്റ്റർ ആണ്, ബിയുടെ അതേ ജനറേഷനാണ്. ഓക്കെ, അടുത്തൊരു പറയാണ് എഫ് ഈസ് വൈഫ് ഓഫ് ബി എന്ന് പറയണം. എഫ് ഈസ് വൈഫ് ഓഫ് ബി എന്ന് വെച്ചാൽ ബിയുടെ അതേ ജനറേഷൻ ആയിരിക്കത്തില്ലേ? അപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് സെയിം ആയിരിക്കും. ഇനി അടുത്തവർ ശ്രദ്ധിക്കുക, എഫ് വൈഫാണ്, അപ്പോൾ എഫിൻ്റെ ജെൻഡർ എന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ എഫ് വൈഫ് ആകുമ്പോൾ ബി ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും? ഹസ്ബൻഡ് ആയിരിക്കും. കണ്ടോ? അപ്പോൾ നമുക്ക് അവരുടെ ജെൻഡർ കിട്ടി. ഇനി ഇവിടെ മൂന്നാമത്തെ ഞാൻ പോയിന്റ് പറഞ്ഞ എന്തായിരുന്നു? ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇപ്പോൾ സിംഗിൾ ലൈൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ എല്ലാ റിലേഷനും സിംഗിൾ ലൈൻ കൊടുക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനും സിംഗിൾ ലൈൻ കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്കിപ്പോൾ എഫിൻ്റെ ആരാണ് ഈ എന്ന് പറയുമ്പോൾ, എഫിൻ്റെ ആരാണ് ഈ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എഫിൻ്റെ ഹസ്ബൻഡ് ആണ് ബി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഈ റെപ്രസെൻറ്റേഷനിൽ നിന്നാണ് നമ്മൾ റിലേഷൻസ് മനസ്സിലാക്കുന്നത്. ആ ഒരു റിലേഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ സഹോദരിയാണ് ഈ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് ബ്രദർ ആയിരിക്കുമെന്നും ഇത് സിസ്റ്റർ ആയിരിക്കും എന്നാണ് വിചാരിക്കുക. ഓക്കെ, ആ ഒരു റിലേഷൻ ഇങ്ങനെ വരയ്ക്കുന്നത്. കാരണം നമുക്ക് അറിയില്ല, നമുക്ക് ആ റെപ്രസെൻറ്റേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു റെപ്രസെൻറ്റേഷനിൽ ഇത് ഹസ്ബൻഡും വൈഫും ആണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിംഗിൾ ലൈനിന് പകരം ഒരു ഡബിൾ ലൈനും കൊടുക്കുക. ഇപ്പോൾ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ബാക്കി എല്ലാ റിലേഷൻ സിംഗിൾ ലൈൻ കണക്ഷൻ കൊടുത്തിട്ട് ഇത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡബിൾ ലൈൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു റിലേഷൻ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇതിങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് രണ്ടുപേര് നമ്മുടെ റിലേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാം, അത് ഇവിടെ നിന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഇതിനകത്ത് ഏത് രണ്ടാൾക്കാർ നമ്മുടെ റിലേഷൻ വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ നിന്ന് ഈസി ആയിട്ട് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഹൗ ഈസ് എ റിലേറ്റഡ് ടു സി എന്നാണ് ചോദിക്കുന്നത് വിചാരിക്കുക. ഹൗ ഈസ് എ റിലേറ്റഡ് ടു സി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? സിയുടെ സൈഡിൽ നോക്കും. സിയുടെ സൈഡിൽ നോക്കുമ്പോൾ സിയുടെ അച്ഛൻ്റെ അച്ഛനാണ് ആരെന്ന് പറയുന്നത്? എ എന്ന് പറയും. നമ്മൾ എന്ത് പറയും? ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. ഹൗ ഇസ് എ റിലേറ്റഡ് ടു സി എന്ന് പറയാൻ നിങ്ങളുടെ സിയുടെ സൈഡിൽ നിന്ന് വേണം റിലേഷൻ നോക്കാനായിട്ട്. അപ്പോൾ സിയുടെ സൈഡിൽ നിന്ന് റിലേഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് സിയുടെ അച്ഛൻ്റെ അച്ഛനാണ് എ, നമ്മൾ പറയുന്നത് ഗ്രാൻഡ് ഫാദർ എന്നാണ്. ഇനി അച്ഛൻ്റെ അമ്മയുടെ ഫാമിലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്, പെറ്റേണലും മെറ്റേണലും. ഓക്കെ, പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്നും മെറ്റേണൽ ഗ്രാൻഡ് ഫാദറിനും സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗ്രാൻഡ് ഫാദറിന് ഇപ്പോൾ അച്ഛൻ്റെ അച്ഛനും ആകാം, അമ്മയുടെ അച്ഛനും ആകാമല്ലോ. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? പെറ്റേണലോ മെറ്റേണലോ ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ അച്ഛൻ്റെ അച്ഛനാണ് നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്നത് പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് സി എന്ന് പറയാൻ സാധിക്കും. ഇനി ഇപ്പോൾ ക്വസ്റ്റ്യൻ ഹൗ ഇസ് സി റിലേറ്റഡ് ടു ഇ എന്നായിരുന്നു ചോദിച്ചിരുന്നെങ്കിലോ? ഹൗ ഇസ് സി റിലേറ്റഡ് ടു ഇ എന്നാണ് ചോദിച്ചിരുന്നെങ്കിലോ? ഈയുടെ സൈഡിൽ നിന്നാണ് നിങ്ങൾ റിലേഷൻ നോക്കാൻ. ഈയുടെ സൈഡിൽ നിങ്ങൾ നോക്കുമ്പോൾ ഈയുടെ സഹോദരൻ്റെ മകനാണ്. സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകനാണെങ്കിൽ നമ്മൾ പറയുന്നത് നെഫ്യൂ എന്നായിരിക്കും, മകളാണെങ്കിൽ നമ്മൾ പറയുന്നത് നീസ് എന്നായിരിക്കും, അല്ലേ? ഇനി ഹൗ ഇസ് ഇ റിലേറ്റഡ് ടു എഫ് എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. ഹൗ ഇസ് ഇ റിലേറ്റഡ് ടു എഫ്, നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ. അപ്പോൾ എഫിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ എഫിൻ്റെ ഹസ്ബൻഡ് ആണ് ബി, അത് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു ഡേറ്റ ഇങ്ങനെ കറക്റ്റായിട്ട് റെപ്രസെന്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ എഫിൻ്റെ ഹസ്ബൻഡ് ആണ് ബി, ഹസ്ബൻഡിൻ്റെ സഹോദരിയാണ്. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ സഹോദരിയെ നമ്മൾ പറയുന്നത് സിസ്റ്റർ ഇൻ ലോ എന്നാണ്, അല്ലേ? സിസ്റ്റർ ഇൻ ലോ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് രണ്ടുപേരും നമ്മുടെ റിലേഷൻ നമുക്ക് എന്താണ് ഈ ഒരു റെപ്രസെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലഡ് റിലേഷൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് ബ്ലഡ് റിലേഷൻ്റെ രീതി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പല പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പല പല കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യം മാത്രമേ നമുക്ക് ബ്ലഡ് റിലേഷനിൽ പറയാനുള്ളൂ. ഇത്രയും കൺസെപ്റ്റ്, ഈ ഒരു ഫാമിലിയെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ബ്ലഡ് റിലേഷൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. നമ്മൾ ഓരോ ടൈപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു കുറേ ആൾക്കാർ നമ്മുടെ റിലേഷൻസ് നമുക്ക് തന്നിട്ട് അതിൽ ഏതെങ്കിലും രണ്ടുപേര് നമ്മുടെ റിലേഷൻസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു
ഡേറ്റ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ പോസ് ചെയ്തിട്ട് നിങ്ങളായിട്ടൊന്ന് ചെയ്യാം. ഓക്കെ, നിങ്ങളായിട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, എൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക. നിങ്ങൾ ആദ്യം ആ ഒരു റിലേഷൻ വരയ്ക്കുക, നിങ്ങൾ പഠിക്കുക. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ വരയ്ക്കുന്ന കറക്റ്റ് ആണോ, നിങ്ങളെടുത്ത റിലേഷൻ കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ എൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ക്ലാസ് പോകുക. നമുക്ക് ലൈവ് സെഷൻസ് അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, എപ്പോഴും നമ്മൾ മാക്സിമം വെറുതെ കണ്ടുപോകുന്നതിന് പകരം നമുക്ക് ആ ഒരു ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു സെഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ ചെയ്യാൻ പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഓക്കെ, നോക്കാം. എങ്കിലും ഫസ്റ്റ് പറയുന്ന എ ഈസ് ഫാദർ ഓഫ് ബി എന്നായിരുന്നു അല്ലെ. ഫസ്റ്റ് ഡേറ്റ എ ഈസ് ഫാദർ ഓഫ് ബി ആൻഡ് ബ്രദർ ഓഫ് ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, എ ഈസ് ഫാദർ ഓഫ് ബി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ അറിയാം. എങ്ങനെയാ, എ ഈസ് ഫാദർ ഓഫ് ബി. ഫസ്റ്റ് ഡേറ്റ ഇതാണ്, എ ഈസ് ഫാദർ ഓഫ് ബി ആൻഡ് ബ്രദർ ഓഫ് ഡി എന്നാ പറയുന്നത്. ഓക്കെ, ഇവിടെ ആൻഡ് എന്നൊരു ഡേറ്റ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡേറ്റ് ഉപയോഗിക്കണം. ആൻഡ് നിങ്ങൾ നോക്കുമ്പോൾ ബ്രദർ ഓഫ് ഡി എന്ന് പറയുന്നുണ്ട്. ബ്രദർ ഓഫ് ഡി എന്ന് വെച്ചാൽ ഡീന്റെ ബ്രദർ. അപ്പൊ ആരോ ഒരാൾ ഡീന്റെ ബ്രദറാ, അത് ആരാണെന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത്. അവിടെ ആൻഡ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ആൻഡ് വരുവാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന ആരെയാണ്, ഫസ്റ്റ് പേഴ്സണെയാണ്. ഓക്കെ, നമ്മൾ പറയാറുള്ള കാര്യമാണ്. ആൻഡും ബട്ടും വരുവാണെങ്കിൽ അത് ഫസ്റ്റ് പേഴ്സണെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഹൂ അല്ലെങ്കിൽ വിച്ച് വരുവാണെങ്കിൽ, ഹൂ അല്ലെങ്കിൽ വിച്ച് വരുവാണ് നമ്മൾ പറയുന്നത് സെക്കൻഡ് പേഴ്സൺ എന്നാ. അല്ലെങ്കിൽ ഹൂ അല്ലെങ്കിൽ വിച്ച് വരുമ്പോൾ തൊട്ട് മുന്നേ നിൽക്കുന്ന ആളെ നോക്കും. ഇവിടെ ഇപ്പോൾ എ ഈസ് ഫാദർ ഓഫ് ബി, ഹൂ ഈസ് ബ്രദർ ഓഫ് ഡി എന്നായിരുന്നെങ്കിൽ ഹൂ ഉദ്ദേശിക്കുന്ന ആരായിരിക്കും, ബീനെ ആയിരിക്കും ഉദ്ദേശിക്കാം. പക്ഷെ ഇവിടെ ഇപ്പോൾ എ ഈസ് ഫാദർ ഓഫ് ബി ആൻഡ് ബ്രദർ ഓഫ് ഡി എന്നാ പറയുന്നത്. ആ ആൻഡ് ഉദ്ദേശിക്കുന്ന ആരെയാണ്, എനെയാണ്. അപ്പം എ എന്ന് പറയുന്ന ആരും കൂടിയാണ്, ഡിയുടെ ബ്രദറും കൂടിയാണ്. അപ്പൊ എ ഈസ് ബ്രദർ ഓഫ് ഡി. അപ്പൊ എങ്ങനെ വരുന്നതാ, ഉണ്ടോ? പ്രത്യേകം ശ്രദ്ധിക്കുക, ജെൻഡറുകൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ചുമ്മാ ചാടിക്കയറി മാർക്ക് ചെയ്തളരുത്. ആരുടെ ജെൻഡറാണ് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം മാർക്ക് ചെയ്യാൻ. ഇവിടെ ഡിയുടെ ജെൻഡർ പറഞ്ഞിട്ടില്ല, എ ഈസ് ബ്രദർ ഓഫ് ഡി എന്നേ പറഞ്ഞല്ലോ, ഡി ഈസ് ബ്രദർ ഓഫ് എ എന്നല്ല കേട്ടോ, ശ്രദ്ധിച്ചോണം. അടുത്തവർ പറയുന്നത് ബി ഈസ് ഡോട്ടർ ഓഫ് സി എന്നാ പറയുന്നത്. ബി ഈസ് ഡോട്ടർ ഓഫ് സി. ഇപ്പൊ ബി ഈസ് ഡോട്ടർ ഓഫ് സി, അപ്പൊ ബി മകളാണെന്നാ പറയുന്നത്. അപ്പൊ ബിയുടെ ജെൻഡർ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയാണ് ബി അല്ലെ. ബി ഡോട്ടർ ആണ് ആരുടെ, ഓഫ് സി, സിയുടെ മകൾ എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം എയുടെ മകളാണ് ബി അല്ലെ. എയുടെ മകളാണ് ബി, സിയുടെയും മകളാകണം ബി എങ്കിൽ എയും സിയും എന്തായിരിക്കണം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കണം. കണ്ടോ, ഇത്രയാണ് ഡേറ്റ. ഡേറ്റ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, ആ ഒരു ഫാമിലി ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡിയുടെ ജെൻഡർ കിട്ടിയിട്ടില്ല. ഓക്കെ, ഡിയുടെ ജെൻഡർ കിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, കാരണം ക്വസ്റ്റ്യൻ ഹൗ ഈസ് സി റിലേറ്റഡ് ടു ഡി എന്നാണ് ചോദിക്കുന്നത്. ഡിയുടെ ആരാണ് സി, അപ്പൊ സീനെ കുറിച്ച് ചോദിക്കുന്നത്, ഡീനെ കുറിച്ചല്ല. ഡീനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഡിയുടെ ജെൻഡറിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഡിയുടെ ജെൻഡറിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഹൗ ഇസ് സി റിലേറ്റഡ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയുടെ സഹോദരന്റെ ഭാര്യയാണ് അല്ലെ സി എന്ന് പറയുന്നത്. ഡിയുടെ സഹോദരനാണ് എ, എയുടെ ഭാര്യയാണ് സി. സഹോദരന്റെ ഭാര്യ നമ്മൾ എന്താ പറയാ, സിസ്റ്റർ ഇൻ ലോ എന്നാ പറയാ അല്ലെ, സിസ്റ്റർ ഇൻ ലോ. കണ്ടോ, ഇതാണ് ബ്ലഡ് റിലേഷന്റെ കൺസെപ്റ്റ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫാമിലി റെപ്രസെന്റ് ചെയ്താൽ ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഞാനിവിടെ ചെയ്ത് പോവാണ്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ചെയ്ത് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ ആദ്യം പറയുന്നത് എക്സ് ഈസ് സൺ ഓഫ് വൈ എന്നാണ്. ഓക്കെ, എക്സ് ഈസ് സൺ ഓഫ് വൈ. ഓക്കെ, എക്സ് ഈസ് സൺ ഓഫ് വൈ. ആദ്യത്തെ ഡേറ്റ ഇതാണ്, വൈയുടെ മകനാണ് എക്സ് അല്ലെ. ഹൂ ഈസ് സിസ്റ്റർ ഓഫ് ഇസഡ്. ശ്രദ്ധിക്കുക, ഹൂ, ഈ ഹൂ ഉദ്ദേശിക്കുന്ന ആരെയാണ്, വൈനെയാണ് ഉദ്ദേശിക്കുന്നത്. വൈ ഈസ് സിസ്റ്റർ ഓഫ് ഇസഡ് എന്നാണ് പറയുന്നത്. വൈ സിസ്റ്റർ ആണ് ആരുടെ, ഇസഡിന്റെ. ഇങ്ങനെ പറയുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വൈ സിസ്റ്റർ ആണെന്ന് പറയുമ്പോൾ ചാടിക്കയറി ഇസഡിന്റെ ജെൻഡർ കൊടുക്കരുത്. കാരണം വൈ അനിയത്തിയാണെന്നേ പറഞ്ഞല്ലോ. ഇസഡ് എന്ന് പറഞ്ഞാൽ അനിയത്തിയാകാം, അനിയനാകാം, എന്താണല്ലോ കേട്ടോ. അടുത്തെന്താ പറയുന്നത്, ഡബ്ല്യു ഈസ് മദർ ഓഫ് ഇസഡ്. ഓക്കെ, ഡബ്ല്യു ഈസ് മദർ ഓഫ് ഇസഡ്. ഇസഡിന്റെ മദറാണ് ഡബ്ല്യു. ഓക്കെ, കൊടുക്കാം. അടുത്ത എസ് ഈസ് ദ സൺ ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നുണ്ട്. ഡബ്ല്യുവിന്റെ മകനാണ് എസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവരുടെയൊക്കെ സിബ്ലിംഗ് ആയിരിക്കും എസ് എന്ന് പറയുന്നത് അല്ലെ. എസ് ഈസ് സൺ ഓഫ് ഡബ്ല്യു. ഇത്രയാണ് ഡേറ്റ. ക്വസ്റ്റ്യൻ ഹൗ ഇസ് എക്സ് റിലേറ്റഡ് ടു എസ് എന്നാ ചോദിക്കുന്നത്. എസിന്റെ ആരാണ് എക്സ് എന്നാ ചോദിക്കുക. നിങ്ങൾ നോക്കിയേ, എസിന്റെ ആരാണ് എക്സ്, അപ്പൊ എസിന്റെ ആരാ വൈ എന്ന് നമുക്കറിയാം. എസിന്റെ സഹോദരിയാണ് വൈ എന്ന് പറയുന്നത് അല്ലെ. എസിന്റെ സിസ്റ്റർ ആണ് വൈ എന്ന് പറയുന്നത്. ആ സിസ്റ്ററിന്റെ മകനാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ബ്രദറിന്റെയോ സിസ്റ്ററിന്റെയോ മകനാണോ, മകനും മകളും വരുമ്പോൾ എന്താ പറയാ, നെഫ്യൂ നീസ് എന്നാ പറയാ. ഇതിപ്പോ സിസ്റ്ററിന്റെ മകനാണ്, നമ്മൾ എന്താ പറയാ, നെഫ്യൂ എന്നാ പറയാ അല്ലെ. നമ്മുടെ ആൻസർ നെഫ്യൂ എന്നായിരിക്കും വരിക. കണ്ടോ, ആ ഡേറ്റ് റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ് മെയിൻ. അത് റെപ്രസെന്റ് ചെയ്താൽ നിങ്ങളുടെ ആൻസർ ആയി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്.
ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ആദ്യം ബേസിക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം, എന്നിട്ട് വേണം ഹയർ ലെവൽ ക്വസ്റ്റ്യനിലേക്ക് പോകാനായിട്ട്. ഫസ്റ്റ് നോക്കിയേ, പി ഈസ് സൺ ഓഫ് ആർ എന്നാ പറയുന്നത്. പി ഈസ് സൺ ഓഫ് ആർ, ഉടനെ അത് വരയ്ക്കുക. ഓക്കെ, പി ഈസ് സൺ ഓഫ് ആർ. അടുത്ത ക്യൂ ഈസ് സൺ ഓഫ് എസ് എന്ന് പറയുന്നുണ്ട്. ക്യൂ ഈസ് സൺ ഓഫ് എസ്. ഓക്കെ, അവിടെ നമുക്ക് ആളില്ലാത്തതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒന്ന് എഴുതി നോക്കുകയാണ്. ക്യൂ ഈസ് സൺ ഓഫ് എസ്, കാരണം ക്യൂ എസ് ഒന്നും ഇവിടെ ഇല്ല കണക്ട് ചെയ്യാനായിട്ട്, അല്ലേ? അടുത്ത പി മാരിഡ് ടു ടി എന്ന് പറയുന്നുണ്ട്. പി മാരിഡ് ടു ടി എന്ന് വെച്ചാൽ പിയും ടിയും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ പി മെയിൽ ജെൻഡർ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈഫ് ആയിരിക്കും, അല്ലേ? ഉണ്ടോ? അടുത്ത ടി ഈസ് യെസ് ഡോട്ടർ എന്ന് പറയുന്നത്. ടി ഈസ് യെസ് ഡോട്ടർ. എസിന്റെ മകളാണ് ആരെന്ന് പറയുന്നത്? ടി. ടീനെ ഓൾറെഡി നമുക്ക് അറിയാം, ടി എന്ന് പറഞ്ഞാൽ എസിന്റെ മകളാണ്. അപ്പോൾ എസ് എവിടെ വരുന്നത്? മുകളിൽ വരും, അല്ലേ? എസ് കിട്ടിയ എസിനെ കുറിച്ച് ഡേറ്റ് നമുക്കുണ്ട്, അല്ലേ? എന്താണ്? എസിന്റെ മകനാണ് ക്യൂ എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ ഉണ്ട്. അപ്പോൾ അത് ടിയുടെ ബ്രദർ ആയിരിക്കും ആരെന്ന് പറയുന്നത്? ക്യൂ എന്ന് പറയുന്നത്. കാരണം എസിന്റെ മകളാണ് ടി. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഡേറ്റ് നമ്മളെല്ലാം വരച്ചു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ക്യൂ റിലേറ്റഡ് ടു പി എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഇസ് ക്യൂ റിലേറ്റഡ് ടു പി. അപ്പോൾ നിങ്ങൾ എവിടെ നോക്കുക? പിയുടെ സൈഡിൽ നോക്കുക. പിയുടെ സൈഡിൽ നോക്കുമ്പോൾ ആരാ ക്യൂ എന്ന് പറയുന്നത്? പിയുടെ വൈഫിന്റെ സഹോദരനാണ്. വൈഫിന്റെ സഹോദരൻ ആലോചിക്കുക. വൈഫിന്റെ സഹോദരൻ ആരാണ്? ബ്രദർ ഇൻ ലോ ആണ്. നമ്മുടെ ആൻസർ അവിടെ എന്തായിരിക്കും? ബ്രദർ ഇൻ ലോ എന്ന് കിട്ടും. കണ്ടോ? ആ ഡേറ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്യാന്നുള്ള കാര്യമാണ് നിങ്ങൾ പഠിക്കാനുള്ളത് ചെയ്ത്. ഓക്കെ, ഇനി നമ്മൾ ഈ 2-3 ആൾക്കാർ നമ്മുടെ റിലേഷൻസ് പറഞ്ഞിട്ട് അതിൽ 2 പേര് നമ്മുടെ റിലേഷൻ ചോദിക്കും എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞായിരുന്നു. അത് നമ്മൾ ഇത്രയും നേരം കണ്ടത് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ നമുക്കത് പേര് വെച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, പേര് വെച്ച്. അപ്പം പേര് വെച്ച് വരുമ്പോഴും വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ലെറ്റർ വെച്ച് ചെയ്യുന്ന കൺസെപ്റ്റ് തന്നെയാണ് പേര് വെച്ച് ചെയ്യുമ്പോഴും വരുന്നത്. പക്ഷെ ഒരു റൂളുണ്ട് ബ്ലഡ് റിലേഷൻ എപ്പോഴും. ഓക്കെ, അതായത് എപ്പോഴും നമ്മൾ ബ്ലഡ് റിലേഷൻ്റെ കേസിൽ വരുന്ന സമയത്ത് ഒരിക്കലും പേര് വെച്ച് ജെൻഡർ എടുക്കാൻ പാടില്ല എന്ന റൂളുണ്ട്. ഓക്കെ, ഒരിക്കലും പേര് വെച്ച് ജെൻഡർ എടുക്കരുതെന്ന റൂളുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ PYQs ഒക്കെ ചെയ്യുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിലെല്ലാം പ്രോപ്പറായിട്ടാണ് പോകുന്നത്. പക്ഷെ അതിന് മുന്നേ ഉള്ള എക്സാമ്പിൾ, പഴയ എക്സാംസ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ പേര് വെച്ച് ജെൻഡർ എടുത്താണ് നമ്മൾ പലപ്പോഴും ആൻസറിലേക്ക് പോകുക. വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് ഓപ്ഷൻ എന്ന ആൻസറിലേക്ക് പോകണമെങ്കിൽ പേര് വെച്ച് ജെൻഡർ എടുത്താലേ പറ്റൂ എന്നൊരവസ്ഥ വരെയാണ് നമ്മൾ എന്ത് ചെയ്യാം? പേര് വെച്ച് ജെൻഡർ എടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ആ പേര് വെച്ച് ജെൻഡർ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇവരുടെ ഡേറ്റ് പറയുന്നത് കൃപ ഈസ് ഡോട്ടർ ഓഫ് അരുൺ. ഓക്കെ, കൃപ ഈസ് ഡോട്ടർ ഓഫ് അരുൺ. ഹൂ ഈസ് സൺ ഓഫ് ഹരി. ഓക്കെ, ഹൂ ഈസ് സൺ ഓഫ് ഹരി. ഈ ഹൂ ഉദ്ദേശിക്കുന്ന ആരെയാണ്? അരുണിനെയാണ്, അല്ലെ? ഹൂ ഈസ് സൺ ഓഫ് ഹരി. ഈ അരുൺ എന്ന് പറയുന്നത് ഹരിയുടെ സൺ ആണ് എന്നാ പറയുന്നത്. ഓക്കെ, ഹൂ ഈസ് ഹസ്ബൻഡ് ഓഫ് കവിത. ഈ ഹൂ ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഹരിയാണ് ഉദ്ദേശിക്കുന്നത്. ഹരി ഈസ് ഹസ്ബൻഡ് ഓഫ് കവിത. ഹരി എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആണ് ആരുടെ? കവിതയുടെ. കണ്ടോ? ഇങ്ങനെയാണ് ആ ഫാമിലി വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഇസ് കവിത റിലേറ്റഡ് ടു കൃപ എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഇസ് കവിത റിലേറ്റഡ് ടു കൃപ. കൃപയുടെ സൈഡിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് കൃപയുടെ അച്ഛന്റെ അമ്മയാണ് ആരെന്ന് പറയുന്നത്? കവിത എന്ന് പറയുന്നത്. അച്ഛന്റെ അമ്മ നമ്മൾ എന്താ പറയാ? ഗ്രാൻഡ് മദർ. അച്ഛന്റെ അമ്മയാണെങ്കിലും അമ്മയുടെ അമ്മയാണെങ്കിലും ഗ്രാൻഡ് മദർ എന്നാ പറയാം. പക്ഷെ അച്ഛന്റെ അമ്മയാണെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും, അല്ലെ? എങ്ങനെ പറയാൻ പറ്റും? പെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറയാൻ പറ്റും. പെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അച്ഛൻ്റെ ആയതുകൊണ്ട്. അമ്മയുടെ അമ്മയാണെങ്കിൽ മെറ്റേണൽ, MATERNAL, മെറ്റേണൽ, മെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ അച്ഛൻ്റെ ആയതുകൊണ്ട് പെറ്റേണൽ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദർ എന്നായിരിക്കും ചിലപ്പോൾ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അതങ്ങ് എടുത്താൽ മതി. പെറ്റേണൽ മെറ്റേണൽ ഉണ്ടെങ്കിൽ മാത്രം ആരുടെ അച്ഛനാണ് ആരുടെ അമ്മയാണെന്ന് നോക്കിയാൽ മാത്രം മതി കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രവീൺ ഈസ് ഫാദർ ഓഫ് മായ. ഓക്കെ, പ്രവീൺ ഈസ് ഫാദർ ഓഫ് മായ. ശരണ്യ ഈസ് മദർ ഓഫ് നേഹ. ഹൂ ഈസ് സിസ്റ്റർ ഓഫ് മായ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നേഹ, ഈ ഹൂ ഉദ്ദേശിക്കുന്ന ആരെയാണ്? നേഹയാണ്, അല്ലെ? നേഹ ഈസ് സിസ്റ്റർ ഓഫ് മായ. മായയുടെ സിസ്റ്റർ ആണ് ആരെന്ന് പറയുന്നത്? നേഹ എന്ന് പറയുന്നത്. ഓക്കെ, മായയുടെ സിസ്റ്റർ ആണ് നേഹ എന്ന് പറയുന്നത്. ഇനി ശരണ്യ ഈസ് മദർ ഓഫ് നേഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരണ്യ നേഹയുടെ അമ്മയാണ്. അപ്പം നമുക്ക് ഓൾറെഡി ഇപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് നേഹയുടെ അച്ഛനാണ് ആരെന്ന് പറയുന്നത്? പ്രവീൺ എന്ന് പറയുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ശരണ്യ വരുന്ന ഇവിടെ ആയിരിക്കും, അല്ലേ? ഉണ്ടോ? അടുത്ത ബാലു ഈസ് ദ ഓൺലി സൺ ഓഫ് ശരണ്യ എന്ന് പറയുന്നുണ്ട്. ബാലു ഈസ് ദ ഓൺലി സൺ ഓഫ് ശരണ്യ. അപ്പൊ ശരണ്യയുടെ മക്കൾ തന്നെയാണ് ഇതൊക്കെ, അല്ലെ? അതിൽ ബാലു എന്ന് പറയുന്ന ആളാണ് ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ ഇവിടെ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മായയുടെ ജെൻഡർ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പലരും ഹൗ ഇസ് മായ റിലേറ്റഡ് ടു ശരണ്യ എന്ന് ചോദിക്കുമ്പോൾ കനോട്ട് ബി ഡിറ്റർമിൻ എന്ന് പറയാറുണ്ട്. കാരണം നമ്മൾ പറഞ്ഞ പേര് വെച്ച് ജെൻഡർ എടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് പലരും കനോട്ട് ബി ഡിറ്റർമിൻ എടുക്കാറുണ്ട്. പക്ഷേ അവിടെ ആക്ച്വലി മായയുടെ ജെൻഡർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് മായയുടെ ജെൻഡർ പറയുന്നത്? ബാലു ഈസ് ദ ഓൺലി സൺ ഓഫ് ശരണ്യ എന്നാ പറയുന്നത്. ശരണ്യയുടെ ഒരേ ഒരു മകനാ ബാലു. അപ്പൊ നമുക്ക് ശരണ്യക്ക് എത്ര മക്കളുണ്ടെങ്കിലും അതിലൊരു മകനെ കാണത്തുള്ളൂ, അത് ബാലു ആയിരിക്കും. ബാക്കിയുള്ള മക്കളൊക്കെ എന്തായിരിക്കും? പെൺമക്കളായിരിക്കും. അപ്പൊ ഈ മായ എന്ന് പറഞ്ഞ ഉറപ്പായിട്ടും ശരണ്യ എന്തായിരിക്കും? മകളായിരിക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മായയുടെ ജെൻഡർ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് മായ റിലേറ്റഡ് ടു ശരണ്യ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഡോട്ടർ ആയിരിക്കും, അല്ലേ? കണ്ടോ? അങ്ങനെയാണ് ആൻസറിലേക്ക് വരുന്നത്. ആ റിലേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ റെപ്രസെന്റ് ചെയ്യുക. അതാണ് ബ്ലഡ് റിലേഷൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് റിലേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരയ്ക്കാൻ ഓക്കെ ആയിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് റിലേഷൻസ് വരച്ച് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അരുൺ ഈസ് ബ്രദർ ഓഫ് ദി സൺ ഓഫ് അഖിൽസ് സൺ. ഹൗ ഇസ് അരുൺ റിലേറ്റഡ് ടു അഖിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അരുൺ ഈസ് ബ്രദർ ഓഫ് സൺ ഓഫ് അഖിൽസ് സൺ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ അരുണും അഖിലും മാത്രമേ ഉള്ളൂ, 2 പേരേ ഉള്ളൂ. ആ 2 പേര് നമ്മുടെ റിലേഷൻ ഒരു ഒറ്റ സെൻസിൽ പറഞ്ഞിരിക്കുക. നേരത്തെ നമുക്ക് പറയുമ്പോൾ അരുൺ ഈസ് ഫാദർ ഓഫ് സമ്മൺ ആൻഡ് സമ്മൺ ഈസ് ഫാദർ ഓഫ് അനദർ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിട്ടാണ് തരുന്നതെങ്കിൽ ഇവിടെ 2 പേരെ വെച്ചിട്ട് ഒരു ഒറ്റ സെന്റൻസിലാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ബി. ഓക്കെ, നിങ്ങൾ ആ ഒരു റിലേഷൻ, ആ ഒരു എന്താ പറയുക, സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അരുൺ ഈസ് ദ ബ്രദർ ഓഫ് സൺ ഓഫ് അഖിൽസ് സൺ. അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. എന്താണ്? അരുൺ എന്ന് പറയുന്നത് ആരാണ്? ഒരു ബ്രദറാണ്. അരുൺ ഒരു ബ്രദറാണ്. ആരുടെ? ഓഫ് ദ സൺ ഓഫ്, മകന്റെ. ആരുടെ മകന്റെ? അഖിൽസ് സൺ, അഖിലിന്റെ മകന്റെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിന്റെ അർത്ഥം മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ. അഖിലിന്റെ മകന്റെ ബ്രദറാണ് ആരെന്ന് പറയുന്നത്? അരുൺ എന്ന് പറയുന്നത്. നമ്മളെങ്ങനെ വരയ്ക്കും? അഖിലിന്റെ മകൻ, ആ മകന്റെ മകൻ, ആ മകന്റെ ബ്രദർ, അതാണ് ആരെന്ന് പറയുന്നത്? അരുൺ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ? അരുൺ ഈസ് ദ ബ്രദർ ഓഫ് ദ സൺ ഓഫ് അഖിൽസ് സൺ. അഖിലിന്റെ മകന്റെ ബ്രദറാണ് ആരെന്ന് പറയുന്നത്? അരുൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഹൗ ഇസ് അരുൺ റിലേറ്റഡ് ടു അഖിൽ എന്നാണ്. ഹൗ ഇസ് അരുൺ റിലേറ്റഡ് ടു അഖിൽ? അഖിലിന്റെ സൈഡിൽ നമ്മൾ റിലേഷൻ നോക്കുമ്പോൾ അഖിലിന്റെ മകന്റെ മകനാണ് ആരെന്ന് പറയുന്നത്? അരുൺ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പറയും? ഗ്രാൻഡ് സൺ എന്ന് പറയും, അല്ലേ? ഗ്രാൻഡ് സൺ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളെ റിലേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിനൊക്കെ 2 പേര്, നമ്മൾ 2, 3, 4 ആൾക്കാർ തമ്മിൽ പരസ്പരം കണ്ടിരുന്ന രീതിയിൽ റിലേഷൻസ് പറഞ്ഞിട്ട് നമ്മൾ ആ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആൻസറിലേക്ക് പോയത്. ഇവിടെ അഖിലും അരുണും മാത്രമേ ഉള്ളൂ, 2 പേരേ ഉള്ളൂ. ആ 2 പേരെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സെന്റൻസിൽ പറഞ്ഞിരിക്കുക. നിങ്ങളോട് നോക്കിയാൽ റിലേഷൻസ് ഒക്കെ ഞാൻ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. അവിടെ ആൾക്കാരൊന്നും എഴുതിയിട്ടില്ല, പേരുകളൊന്നും എനിക്ക് അറിയില്ല, പക്ഷേ എനിക്ക് കണക്ട് ചെയ്ത് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? റെപ്രസെന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പോയിന്റിംഗ് ടൈപ്പിന്റെ ഒരു മോഡലാണ് കേട്ടോ. ഈ പോയിന്റിംഗ് ടൈപ്പിൽ ഇതുപോലെയാണ്. 2 പേരെ ഉണ്ടായിരിക്കും. നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളും കാണും, പറയുന്ന ഒരാളും കാണും. 2 പേരെ കാണും. ഇവർ തമ്മിലുള്ള റിലേഷൻ ഒരു ഒറ്റ സെൻസിൽ പറയുക ചെയ്യുന്നത് പോയിന്റിംഗ് ടൈപ്പിൽ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ഇതേ കൺസെപ്റ്റാണ്. ഇതുപോലെ നമ്മളിങ്ങനെ വരച്ചെടുത്ത് വരുമായിരിക്കും ചെയ്യാം. ഓക്കെ, അങ്ങനെ വരച്ചെടുത്ത് വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെ നമ്മുടെ റിലേഷനോ അല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വേറെ ആർക്കും നമ്മുടെ റിലേഷനൊക്കെ നമ്മൾ ഉത്തരം പറയാം. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ ഇപ്പോൾ നമുക്ക് ഹൗ ഈസ് അഖിൽ റിലേറ്റഡ് ടു അരുൺ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വിചാരിക്കാം. ഹൗ ഇസ് അഖിൽ റിലേറ്റഡ് ടു അരുൺ എന്ന് പറഞ്ഞായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നതെങ്കിൽ നമുക്കിവിടെ ആക്ച്വലി അഖിലിന്റെ ജെൻഡർ അറിയില്ല. ഓക്കെ, പലരും ആൻസർ എഴുതി വെക്കുക അരുണിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് അഖിൽ എന്ന് എഴുതി വെക്കും. ഇപ്പൊ ഗ്രാൻഡ് ഫാദർ എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ല, കാരണം അഖിൽ എന്ന പേര് പൊതുവെ നമ്മൾ മെയിൽ ജെൻഡറിലാണ് കേൾക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഓപ്ഷൻ അത് കനോട്ട് ബി ഡിറ്റർമിൻഡ് ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഗ്രാൻഡ് ഫാദർ എന്ന് എഴുതരുത്. കാരണം അഖിലിന്റെ ജെൻഡർ നമ്മുടെ റൂൾ പ്രകാരം കിട്ടിയിട്ടില്ല. ഓക്കെ, നമ്മുടെ റൂൾ പ്രകാരം അഖിലിന്റെ ജെൻഡർ ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഓപ്ഷൻ അത് കനോട്ട് ബി ഡിറ്റർമിൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഓർ ഗ്രാൻഡ് മദർ എന്നൊരു ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, അതേ ചൂസ് ചെയ്യാം. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ ഓർ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ കനോട്ട് ബി ഡിറ്റർമിൻഡ് ആണ്. പക്ഷേ ഇത് 2 ഓപ്ഷനിൽ ഇല്ല എങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? അഖിൽ എന്ന് പറഞ്ഞൊരു മെയിൽ ജെൻഡറിൽ പെട്ട ആളാണ്. അപ്പോൾ അരുണിന്റെ അച്ഛൻ്റെ അച്ഛനാണ് നമ്മൾ എന്ത് പറയും? ഗ്രാൻഡ് ഫാദർ നമ്മൾ എടുക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേര് വെച്ച് ജെൻഡർ ഇടുന്നത്. ഓപ്ഷനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ എന്ത് ചെയ്യുന്നത്? പേര് വെച്ച് ജെൻഡർ എടുക്കുന്നത്. ഞാൻ റൂള് പറഞ്ഞത് പേര് വെച്ച് ജെൻഡർ എടുക്കാൻ പാടില്ല. പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഉത്തരത്തിലേക്ക് പോകണമെങ്കിൽ, ഓപ്ഷനിൽ ആൻസർ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പേര് വെച്ച് ജെൻഡർ എടുത്താലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? പേര് വെച്ച് ജെൻഡർ എടുത്ത് പോവുക.
ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലഡ് റിലേഷൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബ്ലഡ് റിലേഷനകത്ത് മെയിനായിട്ടും 3 ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത് ബേസിക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ബേസിക് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴേ നമുക്ക് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് പ്രോപ്പറായിട്ട് കാണാം. നിങ്ങൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയം നിങ്ങളായിട്ട് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അതിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എങ്ങനെ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നു, ആ ഒരു ഡേറ്റ എങ്ങനെയാണ് ഞാൻ അത് വരയ്ക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റ് കാര്യങ്ങളും പഠിച്ചിട്ട് എന്ത് ചെയ്യാം, ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബ്ലഡ് റിലേഷൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.